ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് ഒരു റീല് കാണപ്പെട്ട്, അതായത് പണ്ടെങ്ങോണ്ടും ഞാൻ പറഞ്ഞൊരു സാധനമാണ്, ബട്ട് ഇറ്റ് ഹാസ് സ്റ്റിൽ റെലവൻസ്. ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലത്തെ ഹൈപ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയിലെ നടന്റെ ഇൻട്രോ, ഫൈറ്റ് സീന്, എന്തെങ്കിലും ക്യാമിയോ ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എടുത്ത് ഇടുന്ന പരിപാടി നിർത്തണം. ബിക്കോസ് ഇറ്റ്സ് വെരി റോങ്. പൈറസിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ തിയേറ്ററിൽ തന്നെ ഇത് കാണിക്കാറുണ്ട്, ഈ പറയുന്ന സാധനങ്ങളൊന്നും വീഡിയോയിൽ പകർത്തരുതെന്ന്. കയറ്റി കഴിഞ്ഞാൽ അകത്തെടുത്തിട്ട് അകത്തും നല്ല രീതിയിൽ ഫൈൻ കൊടുക്കേണ്ട ഒരു സാധനമാണ്. ഇറ്റ്സ് ആക്ച്വലി ഇല്ലീഗൽ. അപ്പൊ കുറെ എണ്ണം വന്ന് പറയണം, നമ്മൾ ചെയ്യുന്ന അതുപോലെ അല്ലേടെ, നീയൊക്കെ ഒന്ന് റിവ്യൂ പറയണല്ലേ എന്ന്. റിവ്യൂ പറയുമ്പോൾ ഞാൻ വന്ന് സ്പോയിലർ അടിക്കാറുണ്ടാടേ, ലാലേട്ടൻ അങ്ങനെ വന്നു ഇങ്ങനെ ഇടിക്കും മറ്റത്, ഞാനൊന്നും പറയാറില്ലല്ലേ. പാടാൻ കൊള്ളാവോ ഇല്ല, ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ സ്പോയിൽ പറയണമെങ്കിൽ ഞാൻ മണ്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു സ്പോയിലിന്ന്. അതും പോട്ട് എന്റെ വീഡിയോ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ എങ്കിലും ഉണ്ട്. മറ്റത് അതുപോലും ഇല്ല. നമ്മളൊക്കെ കൂട്ടുകാരന്മാരായിരിക്കും എടുത്തിട്ട് ഇടണം, നമ്മളങ്ങ് കാണുകയും ചെയ്യും. ആ സാധനമാണ് നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്നോ ഞാൻ ഇട്ടാണ്, ബട്ട് ഇറ്റ് സ്റ്റിൽ റിലവന്റ്. ഏതൊരു ഹൈപ്ഡ് പടത്തിനും നമ്മൾ ഈ പോയിരുന്ന് അങ്ങനെ ഇടുന്നത്, നമ്മൾ കുറെ എണ്ണം കാണാൻ വേണ്ടിയൊക്കെ ടിക്കറ്റ് ഒക്കെ എടുക്കണവരാണ്. സാധാരണ ചിലപ്പോൾ ഫസ്റ്റ് ഡേ കാണണം പറ്റൂലെന്നേ ഉള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞ് ഈ ട്വിറ്ററൊന്നും തുറക്കാൻ പറ്റൂല. ട്വിറ്റർ, യൂട്യൂബ് അറ്റ്ലീസ്റ്റ് നമ്മൾ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ സാധനം എടുത്തു കളയെങ്കിലും ചെയ്യും. ട്വിറ്ററൊന്നും അതുപോലും ചെയ്യില്ല. ഞാൻ കാര്യം പറയുന്നത്, നിങ്ങൾ ലൂസിഫറിന്റെ റിലീസിന്റെ അന്ന് ട്വിറ്ററിലൊന്നും ദൈവത്തിനോർത്ത് കയറരുത്. വൺ സ്പോയിലർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞാലും ആരും കേൾക്കൂല. അതുകൊണ്ട് പറയാം, എന്നാലും പറയണേ, കുറച്ചെങ്കിലും ബോധം ബുദ്ധിയുള്ളവരൊന്ന് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന സിനിമകളുടെ ഈ സാധനങ്ങളൊന്നും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ഇടരുത്. ഒരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും അത് പറയൂടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എന്തൊരു മാത്രം കമന്റ് ബോക്സിൽ വന്നു എന്ത് ബോധമില്ലാത്തവന്മാരാടാ നിങ്ങൾക്ക്. ഇത് ഞങ്ങൾ ഒരുത്തന്റെ ഇഷ്ടമല്ലേ, പിന്നെ ഇതല്ലേ ഇഷ്ടം. പിന്നെ അകത്തിടുമ്പോ എല്ലാണെന്ന് ഇഷ്ടമൊക്കെ മനസ്സിലാവും കേട്ടാ.